السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله أما بعد. സഹോദരങ്ങളെ, വളരെ പരിശുദ്ധവും പുണ്യവുമായ റമളാൻ മാസത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ഏറ്റവും പുണ്യമായ ആഘോഷമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. നാം വളരെ വലിയ ആഘോഷമായി അത് കാണുകയും അതേപോലെ തന്നെ അതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റമളാനിൻ്റെ ആദ്യ ദിവസം മുതൽക്ക് തന്നെയുള്ള ഒരുക്കമാണ് പെരുന്നാളിന് വേണ്ടി നാം തയ്യാറാകുന്നത്. വസ്ത്രം മേടിക്കാൻ വേണ്ടി, ചെരുപ്പ് മേടിക്കാൻ വേണ്ടി, അതുപോലെ അന്നത്തെ ദിവസത്തിൻ്റെ അന്തസ്സിന് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് മുഴുവനും മേടിച്ചുകൊണ്ട് തയ്യാറാകാൻ വേണ്ടി ബസാറുകളിലും ടൗണുകളിലും വളരെയേറെ തിരക്കാണ് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും. പെണ്ണുങ്ങളുടെ ആ നല്ല രീതിയിലുള്ള വസ്ത്രധാരണത്തിന് വേണ്ടിയും അതുപോലെ അവരുടെ ആഭരണങ്ങൾക്ക് വേണ്ടിയും വളരെയേറെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവസങ്ങളിൽ. അതാണ് നമ്മുടെ പ്രവർത്തനത്തിൽ വലുതായി കാണുന്നത്. പെരുന്നാൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാഘോഷം നടത്തുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അങ്ങനെയല്ല നമുക്ക് അതിനെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നത്. യഥാർത്ഥത്തിൽ പെരുന്നാൾ ഒരാഘോഷമാണ്. അതോരോ മനുഷ്യനിക്കും അവനവൻ ആഘോഷിച്ചാൽ മതി, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ മക്കൾ ആഘോഷിച്ചാൽ മതി എന്നുള്ള ഒരു രൂപത്തിലല്ല ഇസ്ലാമിൻ്റെ വിശദീകരണം. അതേ അവസരത്തിൽ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുക, ഒരുപോലെ കൊണ്ടാടുക, ഒരുപോലെ ആഹ്ലാദിക്കുക എന്ന ആ ഒരു രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഈ ദിവസത്തെ നമുക്ക് നിയോഗിച്ച് തന്നിരിക്കുന്നത്. പെരുന്നാളിന് ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇസ്ലാം നിർബന്ധമാക്കി കൽപ്പിച്ചിരിക്കുന്നു. അന്നത്തെ ദിവസത്തിൽ പട്ടിണിയുണ്ടാകരുത് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പണ്ട് കാലത്ത് പട്ടിണിയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് പട്ടിണിയെക്കുറിച്ച് മാത്രമായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് അങ്ങനെ ഒരു വഴി കാണിച്ചത്. എല്ലാവർക്കും ഭക്ഷണമുണ്ടാക്കാൻ വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ, അതായത് അവനവൻ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു വലിയ ഭാഗം മറ്റുള്ളവർക്ക് സംഭാവന ചെയ്യുവാൻ വേണ്ടി പറഞ്ഞത് ആരും പട്ടിണി കടന്നു പോകരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ്, ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബിഹി. നബി പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം നല്ല പോലെ ഒന്ന് മനസ്സിലാക്കി നോക്കുക. നബി പറയുന്നു, ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ, അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് പള്ള നിറച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നവനോ അല്ലെങ്കിൽ സുഖിക്കുന്നവനോ യഥാർത്ഥത്തിൽ അവനെക്കുറിച്ചൊരു മുസ്ലിം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഒരു വിശ്വാസി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അയൽവാസി പട്ടിണി കിടക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അയൽവാസികളെക്കുറിച്ച് പൂർണ്ണമായി കണക്കിലെടുക്കാൻ അള്ളാഹുവിൻ്റെ ദീന് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന സമയത്ത് അയൽവാസി വസ്ത്രം ധരിച്ചോ എന്നുള്ളത് നിങ്ങൾ അറിയേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയൽവാസി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നുകൂടി നിങ്ങൾ അറിയേണ്ടവരാണ്. അത് അറിയാതിരിക്കുന്നത് അബദ്ധമാണ് എന്ന് മാത്രമല്ല, ഇസ്ലാം പറഞ്ഞത് അങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ മുഅ്മിനല്ല.
അതായത് ഒരു സത്യവിശ്വാസി അല്ല എന്നാണ് പറയുന്നത്. ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബി. അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് പള്ള നിറച്ചുകൊണ്ട് കഴിയുന്ന മനുഷ്യനെക്കുറിച്ച് മുഅ്മിൻ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇത് തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തിൻ്റെ സ്നേഹ സൗഹാർദ്ദത്തിൻ്റെ ഉദാഹരണങ്ങൾ. പെരുന്നാളാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അയൽവാസികളെക്കുറിച്ചും നമ്മുടെ സ്വന്തം കുടുംബക്കാരെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയേറെ പറഞ്ഞിരിക്കുന്നത് സിലുൽ അർഹാം. നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങൾ ബന്ധപ്പെടുക, എന്നിട്ട് അവരോട് ബന്ധത്തെ ശരിക്ക് ചേർക്കുക. സിലുൽ അർഹാം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ബന്ധുക്കളെ ശരിയായിട്ട് ഒന്ന് ബന്ധപ്പെടുക. അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് എന്ന് മനസ്സിലാക്കി അത് കൊടുക്കാൻ വേണ്ടി നാം തയ്യാറാവുക. രോഗികളായിരിക്കുന്ന ബന്ധുക്കൾ, കഷ്ടപ്പെടുന്ന ബന്ധുക്കൾ, ബുദ്ധിമുട്ടുന്ന ബന്ധുക്കൾ, പട്ടിണി കിടക്കുന്ന ബന്ധുക്കൾ, വസ്ത്രമില്ലാത്ത ബന്ധുക്കൾ, അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ ബന്ധുക്കളിൽ ഉണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ പണക്കാരനാകുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ മുഴുവനും പണക്കാരായിക്കൊള്ളണം എന്നുള്ളതില്ലല്ലോ. ഒരു ജ്യേഷ്ഠൻ ചിലപ്പോൾ കഴിവുള്ളവനാകാം, അനുജൻ ദരിദ്രനും ആകുന്നതിന് യാതൊരു വിരോധവുമില്ല. ലോകം അങ്ങനെയാണ് ഉള്ളത്. അത് ആ രൂപത്തിലാകുമ്പോൾ നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് ആർക്കെങ്കിലും നിഅമത്ത്, അതായത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടുതലുണ്ടെങ്കിൽ ആ മനുഷ്യൻ അവൻ്റെ അനുഗ്രഹത്തെ പങ്കുവെച്ചുകൊണ്ട് എല്ലാവരിലേക്കും അതെത്തിക്കണം എന്നുള്ളതാണ് ദീന് പറഞ്ഞിരിക്കുന്നത്. സിലുൽ അർഹാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങോട്ട് പറഞ്ഞ ഒരു ഉപദേശം. ഖദീജ അങ്ങോട്ട് പറയുന്ന പ്രാപ്തയാണ് ബഹുമാനപ്പെട്ട ഖദീജ. അത് പറയാൻ വേണ്ടി ഖദീജ ബീവി എന്ന് പറയുന്നത് നമ്മെപ്പോലെയുള്ള ഒരു സാധാരണ പെണ്ണല്ല. അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പത്നിയാണ് എന്ന് മാത്രമല്ല, അവർ മക്ക രാജ്യത്തിലെ ഏറ്റവും വലിയ കുടുംബക്കാരിയും വലിയ ഒരു സമ്പന്നയുമായിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചത്. അങ്ങനെ അവരുടെ ആ ജീവിതത്തിൻ്റെ ഇടയിലാണ് അള്ളാഹുവിൻ്റെ റസൂലിന് അവർ കല്യാണം കഴിക്കുന്നത്. ആ ദാമ്പത്യത്തിലേക്ക് അവർ കടന്ന് കുറേ കാലം കഴിയുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ദൂതനായതുകൊണ്ട് നബിക്ക് പ്രത്യേകമായ തോന്നലുണ്ടാവുകയും അതനുസരിച്ച് അവർ പോയി ഗാർ സൗറിൽ ഒറ്റക്കായി താമസിക്കുകയും ചെയ്തു. ഗാർ ഹിറയിൽ അവർ ഒറ്റക്കായി താമസിക്കുകയും ചെയ്തു, അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട്. അവിടെ വച്ചാണ് ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ സന്ദേശം വഹയി നബിക്ക് ആദ്യമായി വരുന്നത്, ജിബ്രീലിനെ കാണുന്നത്. കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിക്കുകയും വളരെയേറെ വിഷമിക്കുകയും ഖദീജയുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തുകൊണ്ട് പറഞ്ഞു, ഖദീജ, എൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. ഞാൻ എന്തോ കണ്ട് പേടിച്ചിരിക്കുകയാണ്. ഞാൻ വല്ലാതെ തളരുകയാണ്. എനിക്ക് നിൽക്കാൻ വേണ്ടി കഴിയുന്നില്ല, ഇരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അങ്ങനെ നബി പുതച്ച് കടന്നു. കുറച്ച് കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട ഖദീജ ആ പുതപ്പ് എടുത്തിട്ട് നബിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രാണനാഥ നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ നബിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ആ കിടന്ന സ്ഥലത്തിൽ നിന്ന് തന്നെ പറയുകയുണ്ടായി, എനിക്ക് ഇനി രക്ഷപ്പെടാൻ വേണ്ടി കഴിയുമെന്ന് തോന്നുന്നില്ല. അത്ര കണ്ട് ഞാൻ ക്ഷീണിതനാണ്, എൻ്റെ ഹൃദയം ഇടിക്കുകയാണ്, ഞാൻ മരിച്ചു പോകുമെന്ന് പേടിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് നെഞ്ച് തടകിക്കൊണ്ട് മുഖം തടകിക്കൊണ്ട് വളരെ നല്ല നിലയിൽ പറഞ്ഞ ഒരു വാക്ക് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹീഹ് ബുഖാരിയുടെ ആദ്യത്തിലുള്ള ഹദീസാണ്. 7000 ചില്ലാനം ഹദീസുകളുടെ ക്രോഡീകരണമായിരിക്കുന്ന ബുഖാരിയുടെ ഒന്നാമത്തെ ഹദീസ് തന്നെ ഇതാണ്. ഖദീജ പറയുന്ന ആ വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലാ യുഖ്സികല്ലാഹു അബദ,
ഒരിക്കലും നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മോശമാക്കി കളയുകയില്ല. നിങ്ങൾക്കൊരപകടവും വരില്ല, നിങ്ങൾക്കൊരു ദോഷവും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനിക്ക് വേണ്ടി വളരെയേറെ വഴിപ്പെട്ട മനുഷ്യനാണ്, അള്ളാഹുവിനിക്ക് വേണ്ടി എല്ലാം ചെയ്ത ആളാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുണ്ടല്ലോ അത് വളരെ നല്ല കാര്യമാണ്. ഇന്നക ലതസിലുർ റഹിമ, ഇന്നക ലതസിലുർ റഹിമ വതക്ശിബുൽ മഅദൂമ വതഹ്മിലുൽ കല്ല വതുഈനു അലാ നവാഇബിൽ ഹഖ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങോട്ട് പറയുന്ന വാക്കാണ്, നിങ്ങൾ മോശമാവുകയില്ല. കാരണം നിങ്ങൾക്ക് വളരെ നല്ല പ്രവർത്തനങ്ങൾ ഇവിടെയുണ്ട്. ആ ഉള്ള കൂട്ടത്തിൽ വെച്ച് ആദ്യമായിട്ട് പറയുന്നത്, നിങ്ങൾ സാധുക്കളെ സഹായിക്കുന്ന ആളാണ്, ജനങ്ങൾക്ക് ഭാരമായ മനുഷ്യൻ്റെ ഭാരത്തെ ചുമക്കുന്ന ആളാണ് നിങ്ങൾ. അതിൻ്റെ പുറമെ നിങ്ങൾ കുടുംബ ബന്ധത്തെ ചേർക്കുന്ന ആളാണ്, നിങ്ങൾ ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. ഇതെല്ലാം കൂടിയാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ബഹുമാനപ്പെട്ട നബിയോട് അങ്ങോട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. ഇതിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാകുന്നത് എന്ന് ആലോചിച്ച് നോക്ക്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനിക്ക് ഒരിക്കലും ഒരപകടമോ ഒരു ദോഷമായ കാര്യമോ സംഭവിക്കില്ല എന്ന് അറുത്ത് മുറിച്ച് പറഞ്ഞ വാക്കാണ് ബുഖാരിയുടെ ആദ്യത്തിലുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ട് നാം അറിയേണ്ടത്, ഈ മഹത്തായിരിക്കുന്ന പെരുന്നാൾ നാം ഇത്രയും കാലം നോമ്പ് നോറ്റിട്ട് ആ നോറ്റ നോമ്പിനെ അനാവശ്യമാക്കി കളയാത്ത രൂപത്തിൽ എന്തെങ്കിലും മോശമായത് ചെയ്യാതെ ഈ റമളാൻ മാസത്തിൻ്റെ അവസാനത്തെ ആഘോഷിക്കാൻ വേണ്ടി പറയുന്ന പെരുന്നാൾ വളരെ നല്ല നിലയിൽ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ ബന്ധുക്കളെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ, അയൽവാസികളെ മുഴുവനും സന്ദർശിച്ചുകൊണ്ട് അവർക്കെന്താണ് ബുദ്ധിമുട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇന്ന് സാധാരണ അതാണ്. ഇനി അയൽവാസി എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അത് മുസ്ലിമാണ് എന്ന് നബി പറഞ്ഞിട്ടില്ല. പിന്നെ അയൽവാസി ഒരു പക്ഷേ ഹിന്ദു ആകാം, അല്ലെങ്കിൽ ക്രിസ്ത്യനാകാം, അല്ലെങ്കിൽ പാർസിയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതക്കാരനാകാം. അയൽവാസി എന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട നബി പറഞ്ഞിരിക്കുന്നത്. അത്ര കണ്ട് സൂക്ഷിച്ചുകൊണ്ട് സാഹോദര്യത്തിന് അത്രയേറെ വില കൽപ്പിച്ചിരിക്കുകയാണ് മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നിങ്ങളുടെ ഏത് സുഖത്തിലും അയൽവാസികൾ പങ്കാളികളാണ്, നിങ്ങളുടെ കൂട്ടുകാർ പങ്കാളികളാണ് എന്ന് പറയുമ്പോൾ ആ രൂപത്തിൽ ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതേ അവസരത്തിൽ പെരുന്നാളിന് എന്തെങ്കിലും തമാശയോ നേരമ്പോക്കോ ഉണ്ടാക്കിയിട്ട് പടച്ചവൻ്റെ വെറുപ്പ് നേടാനും അതേപോലെ തന്നെ സഹോദര സമുദായത്തിന് പൊറുതിമുട്ടുന്ന രൂപത്തിലുള്ള നാട്യങ്ങൾ കാണിക്കുക, റോഡ് തടയുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നാനുള്ള ഒരവസ്ഥ, നമ്മുടെ ഈ അള്ളാഹു ചെയ്തു തന്ന ആനുകൂല്യത്തെ മറ്റേതെങ്കിലും ഒരു രൂപത്തിൽ പെരുമാറിയിട്ട് കാണുന്നവർ വിഷമിക്കുന്നവർ അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇവിടെ നമ്മുടെ സാഹോദര്യത്തെ തകർക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായും പൊതുവായി ഉപയോഗിക്കേണ്ട സ്വത്തുകളെയും പൊതുവായി ഉപയോഗിക്കേണ്ട മുതലുകളെയും ഒക്കെ നാം ഉപയോഗിക്കുന്നത് നമ്മുടേതുപോലെ. ഉദാഹരണത്തിന് റോഡ് എല്ലാവർക്കും ഉള്ളതാണ്. ആ റോഡിൻ്റെ കരയെ നമുക്ക് സൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുന്ന സമയത്ത് റോഡിൻ്റെ കരയിലൊക്കെ വടികൾ നാട്ടിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തിട്ട് റോഡ് തടയുന്ന അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമമായി തോന്നുന്നു. എല്ലാവർക്കും അവകാശമുള്ള റോഡാണല്ലോ, മറ്റുള്ളവർക്ക് തൃപ്തിയുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ദീൻ അങ്ങനെയാണ് പറയുന്നത്. എല്ലാവർക്കും അവകാശമുള്ളത് തുല്യമാണത്, നമുക്ക് കൂടുതലെടുക്കാൻ വേണ്ടി പറ്റില്ല. ചുരുക്കത്തിൽ അങ്ങനെയാണ് നമ്മുടെ സാഹോദര്യത്തെ നിലനിർത്തേണ്ടത്, മറ്റുള്ളവർക്ക് അങ്ങോട്ട് സ്നേഹം കൊടുത്തുകൊണ്ട്.
അങ്ങോട്ട് സ്നേഹം കൊടുക്കുമ്പോൾ ഏത് മുശ്രിക്കാണെങ്കിലും അല്ലെങ്കിൽ ഏത് മതക്കാരനാണെങ്കിലും ശരി, ഇങ്ങോട്ട് സ്നേഹിക്കാതിരിക്കാൻ സാധ്യതയില്ല. സ്നേഹം എന്ന് പറയുന്നത് ഒരു ശത്രുതയില്ലാത്ത സാധനമാണ്, തടസ്സമില്ലാത്ത സാധനമാണ്. അങ്ങോട്ട് സ്നേഹിക്കുകയും അങ്ങോട്ട് സഹായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നു, നമ്മുടെ സാഹോദര്യം നിലനിൽക്കുകയും ചെയ്യുന്നു. ഒരു മൃഗത്തോട് പോലും അനീതി കാണിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ മതമാണ് അള്ളാഹുവിൻ്റെ ദീന്, ഇസ്ലാം ദീന് എന്ന് പറയുന്നത്. ഒരു വേശ്യ പെണ്ണ് ഒരു നായക്ക് വെള്ളം കൊടുത്ത കാരണം കൊണ്ട് തന്നെ അവൾ സ്വർഗത്തിലായിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈ ലോകം മുഴുവനും പരസ്യമാണ്. ആ ഹദീസ് വലിയ വലിയ പണ്ഡിതന്മാർ റിവായത്ത് ചെയ്ത ആ മഹത്തായിരിക്കുന്ന ഹദീസ് ഇന്നും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കെൻറ്റിൻ്റെ മുമ്പിൽ ദാഹിച്ചുകൊണ്ട് ചാവാനായ ഒരു നായക്ക് ഒരു പെണ്ണുങ്ങൾ അങ്ങോട്ട് നായക്ക് വെള്ളം കൊടുത്തു. ഈ പെണ്ണുങ്ങളാണെങ്കിൽ ഒരു വേശ്യയാണ് എന്നാണ് ഹദീസ് തന്നെ പറയുന്നത്. വേശ്യാവൃത്തി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ധിക്കാരിയായ പെണ്ണ് ഇങ്ങനെ ഒരു മൃഗത്തെ സഹായിച്ചതിൻ്റെ പേരിൽ അവൾ സ്വർഗത്തിൽ കടന്നിരിക്കുന്നു എന്ന് നബി പറയുകയാണ്. അതേപോലെ തന്നെ ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് ചത്തുപോയതിൻ്റെ പേരിൽ അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്ത ആബിദത്തായിരിക്കുന്ന ഒരു പെണ്ണിനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പരസ്പരം മനുഷ്യൻ്റെ സ്നേഹമല്ല, മൃഗത്തെ പോലും സ്നേഹിക്കാൻ വേണ്ടി പറഞ്ഞ മതത്തിൽ ഒരിക്കലും ഹിന്ദുക്കളെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗത്തെയോ എതിർക്കാനോ ആക്രമിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു അടിസ്ഥാനം തന്നെ നമ്മുടെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ഒരു അടിസ്ഥാനം തന്നെ നമ്മുടെ മുമ്പിലില്ല. ആ രൂപത്തിലല്ല മതമുള്ളത്. അതുകൊണ്ട് ആ സൗഹാർദ്ദം നിലനിൽക്കുന്ന നിലക്ക് പെരുന്നാളിൻ്റെ ദിവസത്തിൽ കൂടുതലായിട്ട് നമ്മുടെ ബന്ധുക്കളോട് അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളോട് പ്രത്യേകിച്ച് ഇതര സമുദായങ്ങളോട് വേണ്ടതുപോലെ പെരുമാറാൻ വേണ്ടി നാം പഠിക്കുകയും അവർക്ക് വേണ്ടുന്ന വിരുന്നുകളും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് സാഹോദര്യം നിലനിർത്തുകയും ചെയ്താൽ അത് നമുക്കൊരു മാതൃകയായിരിക്കും, ഒരു വലിയ ഗുണമായിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിന് തന്നെ അതൊരു വലിയ നേട്ടമായി വരികയും ചെയ്യും. സാഹോദര്യം എന്നും നേട്ടമാണ്. അത് ഈ പെരുന്നാളിന് ഉണ്ടാകണം. പെരുന്നാൾ എന്ന് പറയുന്നത് അത്രക്കും നല്ല ഒരു ദിവസമായതുകൊണ്ട് ആ ദിവസത്തിൻ്റെ പുണ്യം ഈ രൂപത്തിൽ നേടിയെടുക്കാൻ വേണ്ടി നാം ഓരോരുത്തരും തയ്യാറാവുക. അതിന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പെരുന്നാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.